സാംസ്കാരിക മേന്മ അവകാശപ്പെടുന്ന കേരളത്തിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളും കലാപ്രകടനങ്ങളും ഒക്കെ ഓരോ കാലഘട്ടങ്ങളിലും നടക്കാറുണ്ട്. എന്നാൽ ഇതിനിടയിൽ എന്ത് ആഘോഷങ്ങൾ നടന്നാലും അതിനിടയിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രിസ്തുവിനെയും അധിക്ഷേപിച്ചേ മതിയാകൂ എന്ന ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. കലയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ നടക്കുന്ന ഇത്തരം ക്രൈസ്തവ നിന്ദാപരമായ പ്രകടനങ്ങൾ അരങ്ങേറുന്നത് പ്രധാനമായും കേരളത്തിലെ ക്യാമ്പസുകളിലാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോഴിക്കോട് ഭാരത് കോളേജിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ ക്രിസ്തുവിനെയും ക്രൈസ്തവ പൗരോഹിത്യത്തെയും സന്യാസത്തെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയ കലാ വൈകൃതങ്ങൾ. ക്രിസ്തുവായി അഭിനയിച്ച വിദ്യാർത്ഥിയും മാലാഖയായി അഭിനയിച്ച വിദ്യാർത്ഥിയും തമ്മിലുള്ള ആഭാസകരമായ ചുംബനവും പേക്കൂത്തുകളും കണ്ടിട്ടും ഇവിടെ ആർക്കും മതവികാരം വ്രണപ്പെട്ടതായി തോന്നുന്നില്ല എന്നതാണ് വേദനാജനകമായ വസ്തുത. ഇത് മറ്റൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് സംഭവിച്ചത് എങ്കിൽ കേരളത്തിൽ എന്താകുമായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കുന്ന കാര്യമല്ല. ഇവരത് ചെയ്യുകയുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്ന പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും ശുശ്രൂഷയ്ക്ക് അനിവാര്യമായ ഔദ്യോഗിക വസ്ത്രങ്ങൾ ലഭിക്കുന്നത് സഭ നിർണയിച്ചിട്ടുള്ള വർഷങ്ങൾ നീണ്ട് നിൽക്കുന്ന പഠനങ്ങളും പ്രാർത്ഥനകളും പൂർത്തിയാക്കി അവരതിന് യോഗ്യതയുള്ളവരാണെന്ന് സഭാ നേതൃത്വത്തിന് ബോധ്യപ്പെടുമ്പോഴാണ്. എന്നാൽ കലാപ്രകടനങ്ങളിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ക്രിസ്തുമസ് അടക്കമുള്ള ആഘോഷങ്ങളിൽ അവയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലുള്ള ഇത്തരം ആഘോഷ പേക്കൂത്തുകൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ തിരുവസ്ത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിന് അനുമതി നൽകിയ ഭാരത് കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ വീഴ്ച തന്നെയാണ്. സ്കൂളുകളിലും കോളേജുകളിലും നൽകുന്ന സിലബസ് അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനപ്പുറത്ത് ഇതര മതസ്ഥരെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അതിനെ അവഹേളിക്കാതിരിക്കുവാനുമുള്ള വിവേകമാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. വിശേഷിച്ച് അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കുറെ കൂടി ഉന്നതമായ ധാർമ്മിക ബോധം ഇവരൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഭാരത് കോളേജിൽ നടന്ന ക്രൈസ്തവ അവഹേളനത്തിൽ ക്രൈസ്തവർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ക്രൈസ്തവ വിരുദ്ധ ആവിഷ്കാര സ്വാതന്ത്ര്യം തലയ്ക്ക് പിടിക്കുമ്പോൾ വരയ്ക്കുന്ന കാർട്ടൂണിലും ചമയ്ക്കുന്ന ആർട്ട് ഉൽപ്പന്നങ്ങളിലും ആഭാസകരമായ രീതിയിൽ ക്രൈസ്തവീകതയും കുരിശും മുൻപും അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും തൃശ്ശൂരിലെ നിയമകലാലയത്തിലും മുൻപ് വിശുദ്ധ കുരിശിനെ അവഹേളിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് ചില സംഘടനകൾ. ക്രൈസ്തവ വിശ്വാസത്തെയും പ്രതീകങ്ങളെയും അധിക്ഷേപിക്കുമ്പോൾ ചിലർക്ക് വിശേഷിച്ച ഒരു മനസ്സുഖം കിട്ടും എന്നതും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കുവാൻ കാരണമാണ്. ഇത്തരം അവഹേളനങ്ങൾ കൊണ്ടോ അധിക്ഷേപങ്ങൾ കൊണ്ടോ 2000 വർഷത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ വിശ്വാസത്തിന്റെയോ ക്രിസ്തുവിന്റെയോ ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെയോ ക്രൈസ്തവ സന്യാസത്തിന്റെയോ മഹിമ ഒട്ടും കുറയുന്നില്ല എന്ന് ഭാരത് കോളേജിലെ മാനേജ്മെന്റിനെയും വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് ഓർത്തിരിക്കുന്നത് നല്ലതുകൂടിയാണ്. ഒപ്പം ക്രൈസ്തവ സമൂഹത്തിന്റെ കടുത്ത പ്രതിഷേധം പ്രകടിപ്പിക്കുകയുമാണ്.